അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദ്ദാദ് റാത്തീബിൻ്റെ മഹത്വമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ചില സൂറത്തുകളും ചില സൂക്തങ്ങളും വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകളും ദുആകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഹദ്ദാദ് എന്നുള്ളത്. ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്ന തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഓരോ സൂറത്തുകളും അതിനോടൊപ്പം തന്നെ ഓരോ ആയത്തുകളും പിന്നെ ഓരോ ദിക്റുകളും വളരെയധികം മഹത്വമുള്ളതും ഓരോന്നിനും പ്രത്യേകമായ ഗുണങ്ങൾ ഉള്ളതുമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് അതൊക്കെ വിശദീകരിക്കാം. ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ ഒന്ന് പരിശോധിച്ചാൽ, ഫാത്തിഹ നമ്മൾ സാധാരണ ഓതുന്ന ഒരു സൂറത്ത് കൂടിയാണ്. സബുൽ മസാനി എന്ന ഒരു പേര് കൂടി പരിശുദ്ധമായ ഫാത്തിഹ സൂറത്തിനുണ്ട്. ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 7 ആയത്തുകളുടെ സമാഹാരം ആണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം, സബുൽ മസാനി. നിരവധി പേരുകളിൽ മുഫസ്സിരീങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ ചുരുങ്ങിയ 1-2 ഹദീസുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് വിശദീകരിച്ചുകൊണ്ട് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ അബൂ സഈദ് ബിൻ മുഅല്ല റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൽക്കുന്ന സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഹാബി വര്യനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഖുർആനിൻ്റെ ഏറ്റവും ആളമായ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം. ലൗ അല്ലിമുക സൂറത്തൻ ഹിയ അഅലമു സൂറത്തൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ ഏറ്റവും ആളമായ ഏറ്റവും മുഖ്യമായ ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങണേക്കാൾ മുമ്പ് സഹാബിയല്ലേ, ഒരു ഇൽമ കിട്ടാൻ അവരാഗ്രഹിച്ച് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കാത്ത് മഹാനവറുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു റസൂൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഓടി വന്നിട്ട് മഹാനായ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ പള്ളിയിൽ നിന്ന് ഇറങ്ങണേക്ക് മുമ്പായിട്ട് ഏറ്റവും ആഴമായ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സൂറത്ത് അത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹിയ സബുൽ മസാനി വൽ ഖുർആനുൽ അലീം അല്ലദീ ഊതീതുഹു. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്ത് എന്ന നിലയിൽ. പക്ഷേ നബിതങ്ങൾ ഉപയോഗിച്ച 3 പദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പദം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേരാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അധ്യായം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പദം ഹിയ സബുൽ മസാനി എന്നാണ്. 7 ആയത്തുകൾ ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 ആയത്തുകൾ. എന്നാൽ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച പദം വൽ ഖുർആനുൽ അലീമു അല്ലദീ ഊതീതുഹു. എനിക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആനാണത്. വിശുദ്ധമായ ഖുർആനിൻ്റെ മുഴുവനും സൂറത്തുൽ ഫാത്തിഹ എന്ന 7 ആയത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വൽ ഖുർആനുൽ അലീമുല്ലദീ ഊതീതുഹു. എനിക്ക് നൽകപ്പെട്ട ഖുർആൻ മുഴുവനുമാണത്. ഫാത്തിഹ സൂറത്ത്, ആയത്തുൽ കുർസി, പിന്നെ ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറത്ത് ആല് ഇമ്രാനിൻ്റെ ആയത്ത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ആല് ഇമ്രാനിൻ്റെ ആയത്ത്. ഇതിൻ്റെ മഹത്വം ഞാൻ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിനെയും 3 ആയത്തുകളെയും ഒരുമിച്ച് ഒറ്റ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ആയത്തുകളൊക്കെ മുഅല്ലഖാത്തും ബിൽ അർശി, അത് അർശിനോട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ലൈസ ബൈനഹുന്ന വ ബൈനല്ലാഹി ഹിജാബ്. ഈ ആയത്തുകളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയും ഇല്ല. ഒരു മറയുമില്ലാത്ത വിധത്തിൽ അല്ലാഹു തആല ഡയറക്റ്റ് ബന്ധമാണ് ഈ ആയത്തുകളും ഈ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയും തമ്മിലുള്ള ബന്ധം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരാണ്. അപ്പോൾ ഡയറക്റ്റ് ബന്ധം, പടച്ച റബ്ബുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ കിട്ടുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ. പിന്നെ ആയത്തുൽ കുർസി ഒക്കെ വരുന്നുണ്ട്. ഷഹീദ് അല്ലാഹ് കുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്കി വേറെ. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മഹത്വം ആയി നമുക്കതിനെ മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഷിഫ ആണ്, രോഗശമനമാണ്. മനസ്സിൻ്റെ രോഗങ്ങൾക്കും ശാരീരികമായ രോഗങ്ങൾക്കുമുള്ള ശമനം പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് കിട്ടുമെന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖദ് ജാഅതുക്കും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്നൊരു ഉപദേശം എത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങൾക്കുള്ള ശിഫയും നിങ്ങൾക്കിതാ എത്തിയിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങൾ, അതിൻ്റെ സംസ്കരണമാണ് പരിശുദ്ധമായ ഖുർആൻ. ഹൃദയത്തിൻ്റെ വേദനയ്ക്കുള്ള പരിഹാരമാണ് പരിശുദ്ധമായ ഖുർആൻ. ഹൃദയത്തിൽ ബന്ധിക്കുന്ന എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ, എന്തെല്ലാം മ്ലേച്ഛതകളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, അതിനൊക്കെ പരിഹാരമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ശിഫയും റഹ്മത്തുമായിട്ടുള്ള രോഗത്തിൻ്റെ ശമനവും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് കരുണയുമായിട്ടുള്ളത് നാം ഇറക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയാം. അപ്പോൾ ഷിഫ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ഷിഫയും ശാരീരികമായ രോഗങ്ങൾക്കുള്ള ഷിഫയും ഒക്കെ അതിൽ പെട്ടു. വല്ലാത്തൊരു ഷിഫ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഷിഫയാണെന്ന് വെക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായിട്ടുള്ള സൂറത്താകുന്ന സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും പ്രധാനപ്പെട്ട ഷിഫയായിട്ടുള്ള ഒരു സൂറത്ത് കൂടിയാണ്. ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്തിട്ട് വിഷം ഇറക്കിയ സംഭവം വരെ സഹാബികളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഷം ഇറക്കിയതിന് കൂലിയായിക്കൊണ്ട് ഏതാനും ആടുകളെ കിട്ടിയപ്പോൾ, ആട്ടിൻ പറ്റത്തെ കിട്ടിയപ്പോൾ ഇത് കൂലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ആ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സംശയം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തീർച്ചയായിട്ടും അത് പറ്റും, എനിക്ക് അതിൽ വല്ലതുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടോയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തമാശ രീതിയിൽ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഫാത്തിഹ ഓതിയിട്ട് വിഷം ഇറക്കിയ സംഭവം വരെ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്ത സംഭവം നമുക്ക് കാണാൻ കഴിയും. ഉറങ്ങാൻ നേരത്ത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ തൻ്റെ പാർശ്വത്തെ ശരീരത്തിനെ വിരിപ്പിലേക്ക് വെക്കുന്ന സമയത്ത് ഒരാൾ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അമീന മിൻ ഷർറിൽ ജിന്നി വൽ ഇൻസി, ജിന്നിൻ്റെയും ഇൻസിൻ്റെയും ഷർറിൽ നിന്ന് അവൻ നിർഭയനായി മാറി എന്നാണ്. അപ്പം ജിന്നിൻ്റെ ഷർറിൽ നിന്ന് പോലും നിർഭയത്വം കിട്ടാൻ, മാനുഷികമായ ഷർറിൽ നിന്നും ഉപദ്രവത്തിൽ നിന്ന് പോലും പിന്നെ അതിൽ നിർഭയത്വം കിട്ടാൻ, അമ്ന് കിട്ടാൻ കിടക്കാൻ നേരത്ത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിരവധി ഗുണങ്ങൾ ഫാത്തിഹയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഫാത്തിഹ നമസ്കാരത്തിൽ നമ്മൾ പതിവാക്കുന്നു, കിടക്കാൻ നേരത്ത് നമ്മൾ ചൊല്ലുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയെ മുറുകെ പിടിക്കുന്നവരാണ്. ഫാത്തിഹ ഓതാത്തൊരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. അതിലുപരി ഈ ഹദ്ദാദുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഹദ്ദാദിൻ്റെ മഹത്വം നമ്മൾ വിവരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹനെ മാറ്റി നിർത്തി നമുക്കൊരു മഹത്വവും വിവരിക്കാനില്ല. സൂറത്തുൽ ഫാത്തിഹ അത് മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം അത് ഹദ്ദാദിൻ്റെ കൂടി മഹത്വമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല നല്ല നല്ല കാര്യങ്ങൾ നന്മയിൽ വ്യാപൃതരാകാൻ നിലകൊള്ളാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. മുഅ്മിനായി ജീവിച്ച് ആഖിബത്ത് നന്നായി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയാൻ റബ്ബ് തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.